ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രചനയും ആദ്യം കൂടിയിട്ട് തിരിച്ച് ആകാശിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആകാശ് അവരെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ആകാശിന്റെ അടുത്തേക്ക് അവർ വരുന്നത്. അവർ വന്നിട്ട് അവർ കയറി പോകുമ്പോ ആകാശ് പറയുന്നുണ്ട്, അതെ അമ്മയും മോനും കൂടി എവിടെ പോയിട്ട് വരുവാണ് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളൊരു സ്ഥലം വരെ പോയതാണ്. നിനക്ക് എന്താടി വല്ല ജോലിയുണ്ടോ? ഏതൊരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരാനായിട്ട് നാണമില്ലാത്തവളെ, എവിടെയാണ് നീ പോയത്? അതിപ്പോ ആകാശിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, അതെ ഞാൻ എന്റെ ഡാഡിയുടെ വീട് വരെ പോയതാണ്. ഓ കൊള്ളാം, ഡാഡിയുടെ വീട്. അല്ല, എന്തിനാണ് അവിടെ പോയത്? നിനക്ക് അവിടെ തന്നെ പുറത്തൂടായിരുന്നു അവിടെ എന്ന് രജനോട് ചോദിക്കുമ്പോ ആകാശ് ഇങ്ങോട്ട് പറയരുത്. ഞാൻ അവിടെ പോയതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. എന്താണാവോ ആ കാരണം എന്ന് ആകാശ് ചോദിക്കുമ്പോ, എന്റെ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി, അവക്കൊരു സമ്മാനം മേടിച്ച് അവളെ കാണാൻ പോയതാ. നാണില്ലല്ലോടി നിനക്ക് ഈ കഥ പറയാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ആകാശിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ലെന്ന്. മോനെ നീ അകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ്. നിക്ക് എന്റെ ചെലവിൽ ഇവിടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരനുവാദം തന്നു തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. മമ്മി എന്ന് ആദ്യം പറയുമ്പോഴേക്കും, മോനെ നീ ഒന്നും പറയണ്ട എന്ന് ഞാൻ പറയാണ്. ആകാശ് എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ പറഞ്ഞില്ലേ എന്റെ മോള് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു. ആകാശിന് അത് സംശയമായിരിക്കും, പക്ഷെ അവൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഓ ശരി, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ എന്ന് പറഞ്ഞിട്ട് ആദ്യം അപ്പൊ ആകാശിനോട് പറയണ്ട്, അതെ ആകാശ് എങ്ങനെ ഞങ്ങളെ ഇവിടെ നിർത്താൻ വയ്യെങ്കിൽ ആകാശം ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോ, ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളാം. നീ പോകും, നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നാണല്ലോ. പക്ഷെ നിന്റെ ഈ തള്ളയുണ്ടല്ലോ, അവൾ ഇവിടുന്ന് പോവില്ല. എടാ അവൾ ഇവിടുന്ന് പോയി അവൾക്കൊരു പിടിച്ചു നിൽപ്പില്ലടാ എന്ന് പറയണം. അപ്പോഴേക്കും ആകാശിനോട് ആദ്യം പറയുന്നുണ്ട്, അല്ല അങ്കിളിന് ഇത് എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ ഇപ്പോ പോയില്ലേ മഹേഷിന്റെ വീട്ടിലേക്ക്, അതായത് നിന്റെ ഡാഡിന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേ? എടാ നിനക്ക് നാണൂലടാ നിന്റെ മമ്മീനെ കൊണ്ട് അവിടേക്ക് പോകാനായിട്ട്? നിന്റെ ഡാഡിക്ക് ഇപ്പൊ ഒരു ഭാര്യയുണ്ട്, അവരുടെ മുമ്പിൽ ഇവളെ കൊണ്ട് പോകാനായിട്ട് നിനക്കൊരു ഉടുപ്പില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നാണമില്ലാത്തവൻ എന്നൊക്കെ ഇങ്ങനെ ആകാശം ഇങ്ങനെ പറയുമ്പോഴേക്കും, ആദി മോനെ നീ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. രചനയെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആദ്യം ഇങ്ങനെ പോകുന്ന സമയത്ത് ആകാശ് ആദ്യയുടെ അടുത്തേക്ക് പോവാട്ടോ. നീ ഇപ്പൊ ഒരുപാട് അങ്ങോട്ട് വളരണുണ്ട്, നാണമില്ലാത്തവൻ. എന്റെ ചെല്ലും ചിലവിനെയും കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് എന്റെ മുഖത്ത് നോക്കി വർത്താനം പറയാൻ പറ്റേ നീ വളർന്നു അല്ലേടാ? നീ ഒരുപാട് അങ്ങോട്ട് വളരുന്നുണ്ട്, അതങ്ങോട്ട് വളരാൻ വേണ്ടി ഞാൻ അനുവദിക്കില്ലടാ. വളർച്ച എത്ര മുമ്പ് ഞാൻ എല്ലാം വെട്ടിനുരിയും എന്നിങ്ങനെ പറയാട്ടോ. അതിനുശേഷം ആകാശം സൂക്ഷിച്ചു നോക്കിയിട്ട് ആദ്യം റൂമിലേക്ക് പോവാട്ടോ. റൂമിലേക്ക് പോയ ആദ്യം ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് രചന റൂമിലേക്ക് വരുന്നുണ്ട്. മോനെ ആദി എന്ന് പറഞ്ഞു വരാണ്. മമ്മിയോ? മമ്മി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ, മോനെ നീ എന്തിനാ മോനെ ആകാശിനോട് വെറുതെ ഒരു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ട് ആകാശ് അവിടെ റൂമിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചെവി കോർത്തിരിക്കുകയാണ് വാതിലെ മേല്. അപ്പൊ ആദ്യം പറയണ്ട, അവയാൾ പറഞ്ഞത് കേട്ടിരിക്കാനേ എനിക്കാവില്ല. ആ മമ്മി വേണമെങ്കിൽ കേട്ടിരുന്നോ, എനിക്ക് അയാൾ പറഞ്ഞത് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അല്ല മമ്മി, നമ്മൾ എന്തിനാ അയാളുടെ വായിരിക്കണ വർത്തനം കേട്ട് ഇവിടെ നിൽക്കുന്നത്? ഓ നീ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായാതെ, നമുക്ക് പുറത്തെവിടെയെങ്കിലും വാടക വീടെടുത്ത് നിൽക്കാം എന്നൊക്കെയല്ലേ നീ പറയണത്? അതെ മോനെ, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോയിക്കഴിഞ്ഞാൽ നിന്റെ ഡാഡിയുടെ വീട്ടിൽ അഭയം കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെയല്ല. എന്റെ മമ്മിക്ക് ഇപ്പോഴും ആകാശങ്ങളിൽ മനസ്സിലാവുന്നില്ല. അയാളെ മമ്മിനെ കൊന്നിട്ട് തെളിവുകളൊന്നും ഇല്ലാണ്ട് നശിപ്പിച്ചു കളയും, അങ്ങനത്തെ ആളയാള് എന്ന് പറയുമ്പോഴേക്കും ആകാശ് പുറത്തുനിന്നതൊക്കെ കേൾക്കും കേട്ടോ. എടാ നീ ഇത്രയൊക്കെ പറന്ന് പറയാനായല്ലേ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടാ. നിന്റെ മമ്മി ചാവണ മുമ്പ് നിന്നെ ആയിരിക്കും ഞാൻ ആദ്യം കൊല്ലണത് എന്ന് ആദ്യം ആകാശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ. ആദ്യം പറയുന്നുണ്ട്, അല്ല മമ്മിയും അയാളും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ? കരാറോ? എന്ത് കരാറ്? അല്ല മമ്മ അയാൾ ഇത്രമാത്രം പേടിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ വല്ല കരാറുണ്ടോന്ന്. അങ്ങനെയൊന്നും ഇല്ല മോനെ. പിന്നെ മമ്മി എന്തിനാ മമ്മി അയാളെ പേടിക്കണത്? മമ്മി ഇപ്പൊ പേടിക്കണ്ടത് അയാളെ മാത്രല്ല, മമ്മിയുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ സുമി, അവരെയും പേടിക്കണം. സുമി എന്ത് ചെയ്തിട്ടാടാ നീ സുമീനെ ഇങ്ങനെ കുറ്റം പറയണത്? മമ്മിക്ക് ഇപ്പോഴും സുമി ആര്യരെ മനസ്സിലായിട്ടില്ല. മമ്മിയുടെ സ്ഥാനത്തേക്ക് അവര് വരും ഉടനെ, മമ്മി കണ്ടോ എന്ന് പറയുമ്പോഴേക്കും ആകാശ് മനസ്സിൽ വിചാരിക്കാണ്, എടാ കുരുപ്പേ നിനക്ക് ഇതൊക്കെ മനസ്സിലായോ? എങ്കിലും ഇവനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് ആകാശ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നീ സുമിനെ കുറിച്ച് അനാവശ്യം പറയരുത്. നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാ അവൾ ഇവിടെ നിന്ന് മാറിയിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് പോയി നിൽക്കുന്നത്. ഫ്ലാറ്റിലേക്ക് നിന്നാലും ഏത് സമയത്ത് ഇവിടെ കാണാലോ മമ്മി വിചാരിക്കുന്ന പോലെയല്ല. ആള് വേറെ സ്ത്രീയാ, അവരുടെ മനസ്സിലെ പല ഉദ്ദേശങ്ങളുണ്ട്. ദേ മോനെ നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, നീ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ ആദ്യനോട് രചന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം
മഹേഷിന് മരുന്നെടുത്ത് കൊടുക്കാൻ ഇഷിത. ആ സമയത്ത് മഹേഷ് മരുന്ന് വാങ്ങിക്കുന്നുണ്ട്, വെള്ളവും വാങ്ങിക്കുന്നുണ്ട്. ഇഷിതയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. ഇഷിത അടുത്ത് പറയുന്നുണ്ട്, എടോ ഞാൻ ഈ കിടപ്പ് എത്ര നാൾ തുടരുമെന്ന് അറിയില്ല. മഹേഷ് എന്താ മഹേഷ് ഇങ്ങനെയൊക്കെ പറയണത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല, ഡോക്ടറെ കാണാൻ പോലും പോയിട്ടില്ല. അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ പറയണത് എന്തിനാണ്? അല്ല എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലടോ, ഞാൻ എത്ര നാള് ഇങ്ങനെ കിടക്കേണ്ടി വരുമോന്നൊന്നും. തനിക്കൊരു ബാധ്യതയില്ലേടോ ഞാൻ. തനിക്ക് തന്റെ വീട്ടുകാർക്കും അങ്ങനെ തോന്നി തുടങ്ങി. ഓ മനസ്സിലായി. അമ്മ പറഞ്ഞത് ഇപ്പോഴും മഹേഷിന്റെ മനസ്സിലുണ്ടല്ലേ? അമ്മ അപ്പുറത്തൊരു വിഷമത്തിൽ പറഞ്ഞു പോയതാണ്, ശരി. അത് ഒരു പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഞാൻ ക്ഷമിച്ചാനിടോ. പക്ഷെ ഇന്ന് തന്റെ അമ്മ വന്ന് പറഞ്ഞതും അത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. തന്നോട് പറഞ്ഞു കാണുമായിരിക്കും അല്ലെ എന്നെ ഡിവോഴ്സ് ചെയ്ത് അവിടെ വന്ന് നിൽക്കാനായിട്ട്. അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധമൊന്നും ഇല്ലല്ലോ. പിന്നെ 2 പ്രാവശ്യം അവരെല്ലാരും വിഡ്ഢികളാക്കുകയും ചെയ്തു നമ്മള്. 2 പ്രാവശ്യം ടൂർ പ്ലാൻ ചെയ്തു, അത് രണ്ടും അങ്ങനെ അപകടത്തിൽ പോയി അവസാനിക്കുകയും ചെയ്തു. ആദ്യം ചിപ്പിക്കൊരു അപകടം പറ്റി. അതൊരു ചെറിയ അപകടം എന്ന് വെച്ചാലും അത് ചെറിയ സീരിയസ് ആയിട്ടുള്ള അപകടം തന്നെയായിരുന്നു. പിന്നെ എനിക്കൊരു അപകടം പറ്റി. അത് ഈ കിടപ്പിന്ന് എപ്പോ എഴുന്നേക്കൊന്നും എനിക്കറിയില്ല. മഹേഷ് സത്യം പറ, അമ്മ പറയണത് മഹേഷ് എങ്ങനെ കേട്ടു? എടോ ഇങ്ങനെ കേട്ടു എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ, തന്റെ അമ്മ പറഞ്ഞത് അത് തന്നെയല്ലേ? എടോ ഞാൻ തന്നെ നിർബന്ധിക്കുന്നില്ല ഒന്നിനും. താൻ എന്റെ ആയിയായിട്ട് കഴിയേണ്ടവളല്ല. തനിക്ക് നല്ലൊരു ജീവിതമുണ്ട്. താൻ എന്റെ അടുത്ത് നിന്ന് പോണെങ്കിൽ പൊയ്ക്കോടോ. ഇഷിതനെ ഒരിക്കലും ഞാൻ ഇവിടെ പിടിച്ചു കെട്ടില്ല എന്ന് മഹേഷ് പറയുമ്പോ, മഹേഷ് മഹേഷിന് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു? എന്റെ മനസ്സ് കുത്തി നോവിക്കാൻ മഹേഷിന് എങ്ങനെ തോന്നുന്നു മഹേഷ്? ഓ എന്റെ മനസ്സ് കുത്തി നോവിച്ച് അതിൽ നിന്ന് ചോര വന്ന് ഞാൻ മരിക്കുമ്പോ മഹേഷിനെ കണ്ടു രസിക്കാൻ രസമായിരിക്കും അല്ലെ? എടോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. വേണ്ട മഹേഷ് വേണ്ട. മഹേഷിന്റെ ഹൃദയത്തിലാ വസിക്കുന്നത്. മഹേഷിന് ഇങ്ങനെ പറയാൻ നാണമില്ലേ മഹേഷ്? ഇപ്പൊ എനിക്ക് മനസ്സിലായി മഹേഷ് എന്തിനാണ് രചനയായിട്ട് അടുത്തേന്ന്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു മഹേഷ് രചന അടുക്കണ പോലെ കാണിച്ചല്ലേ. ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇല്ല മഹേഷ്, മഹേഷിനെ വിട്ട് ഇഷിത ഒരിക്കലും പോവില്ല മഹേഷ്. അങ്ങനെ ഒരിക്കലും ഇഷിതക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് ഇഷിത. അത് കാണുമ്പോ മഹേഷിനെ വിഷമമാട്ടോ. മഹേഷ് ഇഷിതയുടെ കൈകളിൽ പിടിക്കുന്നുണ്ടോ. സോറിഡോ, താൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല, സോറി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ തന്നോട് പറയില്ല, സോറിഡോ എന്ന് പറയാണ്. ഇഷിത അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് ഇഷിതനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കണ ആകാശിനെയാണ്. ആകാശ് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശേഷം ഫോൺ എടുത്ത് സുമിതേനെ വിളിക്കാട്ടോ. സുമിത ഫോൺ എടുക്കണ്ട്. ഹലോ ആകാശ്, എന്താ ഈ സമയത്ത്? അതെ, രചനയും മോനും വന്നത് തൊട്ട് മുമ്പാ. അവരെ എത്ര നേരം മഹേഷിന്റെ വീട്ടിലായിരുന്നു. അവർ ഇത്രയും നേരം മഹേഷിന്റെ വീട്ടിലൊന്നും നിൽക്കൊന്നുമില്ല. മഹേഷിന്റെ വീട്ടിൽ പോയി കാണുമായിരിക്കും. അതിനുശേഷം അവർ വല്ല പർച്ചേസിനോ എവിടെയെങ്കിലും പോയതായിരിക്കും. ഇല്ല ഇല്ല സുമി, അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മഹേഷിന്റെ വീട്ടിൽ തന്നെയായിരുന്നു അവൾ ഇത്ര നേരം. ഞാൻ വിചാരിക്കുന്ന പോലെയല്ല സുമി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. ഇത്രയും നേരം നീ ഇവിടെ ഉള്ളതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. എന്തോ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഐ മിസ് യു സുമി എന്ന് പറയാണ്. ആകാശിന് ഇപ്പൊ എന്താ വേണ്ടത്? അല്ല സുമി, ഞാൻ വിചാരിക്കുകയായിരുന്നു, രചന അവൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾ മഹേഷായിട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടാണ്. ഈ സമയത്ത് ഞാനും നീ ഒന്നിക്കുകയാണ് വേണ്ടത്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും. അല്ല ആകാശം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പറയുമ്പോഴേക്കും, അതെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? നീയും ഞാൻ ഒന്നിക്കുകയാണെങ്കിൽ മഹേഷ് ഇപ്പൊ കിടക്കാണ്. മഹേഷ് എഴുന്നേക്കുന്ന മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിന്റെ കമ്പനി അതിനാണല്ലോ നിന്നെ ഇവിടേക്ക് അയച്ചത്. അതെ, എന്റെ കമ്പനി അയച്ചത് അതിനെ തന്നെയാ, മഹേഷിനെ നിലംപതിശാക്കാനായിട്ട്. അതിന് ആകാശം എന്ത് ചെയ്യണമെന്നോ പറയുന്നത്. അല്ല, നമ്മൾ രണ്ടും ഇങ്ങനെ നിന്നാ പോരാ എന്ന് പറയാണ്. അത് കേട്ടിട്ട് ആദ്യം അവിടേക്ക് വരുന്നുട്ടോ. അപ്പൊ ആദ്യവരുടെ സംസാരം കേട്ടോണ്ടിരിക്കുകയാണ്. ആകാശങ്ങൾ ആരോടായി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുമ്പോ ആകാശ് പറയണ്ട, നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ രചനയുടെ സ്ഥാനത്ത് ഞാൻ നിന്നെ നിർത്താം. ഓ, ആകാശ് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ലിവിങ് ടുഗദർ എന്നായിരിക്കും ഉദ്ദേശിക്കണേ അല്ലെ? അതിനങ്ങനെ വില കുറിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ആകാശ്. അന്ന് ഞാൻ വില കുറിച്ച് കാണും ആകാശ്. കാരണം എന്താണെന്നറിയാവോ, എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, ഒരുപാട് തെറ്റ്. അതൊരു ലിവിങ് ടുഗദർ എനിക്ക് വിശ്വാസമില്ല. ആകാശിന് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. വിൽ യു മാരി മീ എന്ന് സുമി ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ പറ്റാതെ നിൽക്കാട്ടോ ആകാശ്. ആകാശ് എന്തൊന്നും മിണ്ടാത്തത്. അത് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കേണ്ട ഒന്നല്ലേ സുമി? അതെ, ആലോചിച്ചോളൂ. ആലോചിച്ച് നല്ല ഉചിതമായ തീരുമാനം എടുത്താൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എന്ന് ആകാശ് പറഞ്ഞ് ഫോം വെക്കാണ്. അതിനുശേഷം ആദ്യം മനസ്സിൽ വിചാരിക്കുകയാണ്,
ഈ മമ്മി എന്തൊരു വെഡ്ഡിയാണ്, ഇയാളെ വിളിച്ചത് ആ സുമിയാനിയെ തന്നെയാണ്, ആ വിളിച്ചത് എന്തായാലും മമ്മീനെ കാണിച്ചു കൊടുത്തേ പറ്റൂ എന്നൊക്കെ ആദ്യം ആലോചിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആകാശ് അങ്ങനെ അവിടെ സോഫയിൽ തന്നെ ഇരുന്ന് കിടന്ന് ഉറങ്ങണ സമയത്ത് ആദ്യം പതിയെ പതിയെ ആകാശിന്റെ ഫോൺ എടുക്കാൻ വേണ്ടി വരുവാട്ടോ. പെട്ടെന്ന് ആകാശ് എഴുന്നേക്കുന്നുണ്ട്. എഴുന്നേറ്റ് ആദ്യനെ ഭയങ്കര വഴക്ക് പറയുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ശേഷം ആദ്യം വിഷമിച്ച് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ്. ചിപ്പിനെ ഫോൺ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് മടുത്തു ചിപ്പി, ജീവിതം എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് കരയാട്ടോ. അത് കേൾക്കുമ്പോൾ ചിപ്പിക്കും വിഷമമാണ്. പിറ്റേ ദിവസം ആദി ഒരു ബീച്ചിൽ പോയി നിൽക്കുന്ന സമയത്ത് ആകാശ് പുറകെ കൂടി വന്ന് ആദിനെ പിടിച്ച് ബീച്ചിന്റെ ആ തള്ളണ ഭാഗത്തോടെയാണ്, ബീച്ചിന്റെ ആ വെള്ളത്തിലേക്ക് തള്ളുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നേട്ടോ. അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.